ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ക്വിക്ക് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സങ്കീർണമായ കണക്കുകളും അളവുകളും ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇതൊരു സ്ലോപ്പ് ഡിഗ്രി ചാർട്ടാണ്. നമ്മുടെ തച്ചുശാസ്ത്ര പാരമ്പര്യം അനുസരിച്ച് നമുക്ക് കിട്ടിയ അറിവുകൾ ചേർത്ത് വെച്ച് ഈ വീഡിയോ ചെയ്യുന്നത്. 6 അംഗലം കളം വരച്ച് തോതെടുത്ത് അതിൽ നിന്നും പെരുക്കി അല്ലെങ്കിൽ ഇരട്ടിപ്പിച്ചെടുത്താണ് ഈ കാണുന്ന നിർമ്മിതികളൊക്കെ പണ്ടുകാലം മുതൽ ചെയ്യുന്നത്. ആ കാലഘട്ടങ്ങളിൽ ടേപ്പോ കാൽക്കുലേറ്ററോ ഒന്നും ഉപയോഗിച്ചിരുന്നുമില്ല. ഓരോ അളവുകൾക്കും ഓരോ തോതുകൾ മാത്രം. അതായത് കുന്നിക്കുരുവോളം ചെറുത് മുതൽ ആനയോളം വലിപ്പമുള്ളതുവരെ ഈ ഒറ്റ തോത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമുക്കും ചെയ്യാം. ഈ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതിനുവേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരടി അല്ലെങ്കിൽ 12 ഇഞ്ചിന് 1 ഇഞ്ച് സ്ലോപ്പ് മുതൽ 12 ഇഞ്ചിന് 12 ഇഞ്ച് സ്ലോപ്പ് വരെയുള്ള ചായവും ഡിഗ്രി അളവുകളാണ് ഇവിടെ കാണിക്കുന്നത്. ടൈൽ റൂഫിംഗ് അല്ലെങ്കിൽ ഓട് റൂഫിങ്ങിന് പൊതുവെ വീതിയുടെ 1/3 സെൻട്രൽ ഹൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഈ അളവിനെ എളുപ്പത്തിന് വേണ്ടി 24 ഇഞ്ച് വീതി എന്ന് കണക്ക് കൂട്ടാം. അങ്ങനെയെങ്കിൽ വീതിയുടെ പകുതി 12 ഇഞ്ച്, സെൻട്രൽ ഹൈറ്റ് വീതിയുടെ 1/3 8 ഇഞ്ച് ആയിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ ഓരോ 12 ഇഞ്ചിനും അതായത് ഒരടിക്കും 8 ഇഞ്ച് സെൻട്രൽ ഹൈറ്റ് കൊടുക്കണം. 8 ഇഞ്ച് സെൻട്രൽ ഹൈറ്റ് കൊടുക്കുമ്പോൾ കഴുക്കോൽ നീളം 14.422 ഇഞ്ച് ആയിരിക്കും. അത് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ വീതിയുടെ പകുതിയെ 1.4422 കൊണ്ട് ഗുണിച്ചാൽ കഴുക്കോൽ നീളം കിട്ടും. ഇതൊരു സ്ഥിരസംഖ്യയാണ്, ഈ 1.4422. അത് വീതിയുടെ 1/3 സെൻട്രൽ ഹൈറ്റ് വെക്കുമ്പോഴാണ് നമ്മൾ ഈ 1.4422 എന്ന അളവെടുക്കുന്നത്. ഇനി ഷീറ്റ് റൂഫിങ്ങിനാണെങ്കിൽ വീതിയുടെ 4/1 സെൻട്രൽ ഹൈറ്റാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ 24ൻ്റെ 4/1 6 ഇഞ്ച് സെൻട്രൽ ഹൈറ്റ് ആവും. ഓരോ 12 ഇഞ്ച് അല്ലെങ്കിൽ ഓരോ അടിക്കും കഴുക്കോൽ നീളം 13.5 ആയിരിക്കും. അതായത് കഴുക്കോൽ നീളം കാണാൻ വീതിയുടെ പകുതിയെ 1.35 എന്ന സ്ഥിരസംഖ്യ ഉപയോഗിച്ച് ഗുണിച്ചാൽ മാത്രം മതിയാവും. ഇവിടെ പറഞ്ഞ അളവുകൾ ഇഞ്ച് അല്ലെങ്കിൽ അടിക്കണക്കിലാണ്. ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഇങ്ങനെ ഇഞ്ച് ഫീറ്റ് എടുക്കുമ്പോൾ പോയിൻറ്റ്സ് അതായത് ദശാംശ സംഖ്യകൾ കിട്ടുന്നത് കൂട്ടിയെടുക്കാൻ പാടാണ്. അതുകൊണ്ട് നമുക്ക് ഈ അളവുകളെ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിൽ എടുത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉചിതം. സെൻറ്റിമീറ്ററിൽ നമ്മൾ സ്ലോപ്പ് കണക്ക് കൂട്ടുമ്പോൾ വീതി 20 സെൻറ്റിമീറ്റർ ആയി എടുക്കാം. വീതിയുടെ പകുതി 10 സെൻറ്റിമീറ്റർ. ടൈല് അല്ലെങ്കിൽ ഓട് റൂഫിങ്ങിൽ വീതിയുടെ 3/1 സെൻട്രൽ ഹൈറ്റ് വെക്കുകയാണെങ്കിൽ 6.666 വരും. കഴുക്കോൽ നീളം ഓരോ 10 സെൻറ്റിമീറ്ററിനും 12.01 വെച്ച് കിട്ടും. അതായത് വീതിയുടെ പകുതിയെ 1.201 കൊണ്ട് ഗുണിച്ചാൽ ഈ 1.21 എന്നുള്ള സ്ഥിരസംഖ്യയാണ്. 10 സെൻറ്റിമീറ്റർ നമ്മൾ വീതിയുടെ പകുതി വെക്കുകയാണെങ്കിൽ ആ ഒരു കണക്കെടുക്കുമ്പോൾ ഈ സ്ഥിരസംഖ്യ ഉപയോഗിച്ച് ഏത് വീതിയാണെങ്കിലും ആ വീതിയുടെ പകുതിയെ 1.201 കൊണ്ട് ഗുണിച്ചാൽ കഴുക്കോലിൻ്റെ നീളം കിട്ടും. ഇനി ഇത് ഷീറ്റ് റൂഫിംഗ് ആണെങ്കിൽ 4/1 സെൻട്രൽ ഹൈറ്റാണ് വയ്ക്കേണ്ടത്. അതായത് 5 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ കഴുക്കോൽ നീളം 11.18034 കിട്ടും. അത് ഓരോ 10 സെൻറ്റിമീറ്ററുമാണ് 11.18034 വെച്ച് കഴുക്കോലിൻ്റെ നീളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിരസംഖ്യ. അതുകൊണ്ട് വീതിയുടെ പകുതിയെ ഈ സ്ഥിരസംഖ്യയായ 1.11 ഇട്ടുകൊണ്ട് ഗുണിച്ചാൽ മാത്രം മതിയായിരിക്കും. ഇനി അടുത്തത് ഡിഗ്രി സ്ലോപ്പ് ചാർട്ടാണ്. അതായത് 10 സെൻറ്റിമീറ്ററിന് 1 സെൻറ്റിമീറ്റർ തൊട്ട് വരുമ്പോൾ ഉള്ള ചായ വ്യത്യാസം വരുന്നതിനാണ്. ഒന്നാമത് 10 സെൻറ്റിമീറ്ററിന് 1 സെൻറ്റിമീറ്റർ ചായ വരുമ്പോൾ കിട്ടുന്നത് 5.7 ഡിഗ്രിയാണ്. അതിന് വേണ്ടത് 1.0049. 10 സെൻറ്റിമീറ്ററിന് 2 സെൻറ്റിമീറ്റർ ചായ വരുമ്പോൾ 11.3099 ഡിഗ്രി ചായ വരുന്നുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്നത് 1.0198. അടുത്തത് 10 സെൻറ്റിമീറ്ററിന് 3 സെൻറ്റിമീറ്റർ ചായ വരുമ്പോൾ 16.699 ഡിഗ്രി കോണളവാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ട കഴുക്കോൽ ചായ് വളവ് 1.044 ആണ്. അടുത്തത് 10 സെൻറ്റിമീറ്ററിന് 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുമ്പോൾ 21.8014 വേണ്ടത്. അതിന് കഴുക്കോലിൻ്റെ ചെരിവ് വരുമ്പോൾ 1.077 ആണ് കിട്ടേണ്ടത്. അടുത്തത് സെൻട്രൽ ഹൈറ്റ് 4 വെക്കുമ്പോൾ കിട്ടുന്ന അളവാണ്. 5 സെൻറ്റിമീറ്ററിന് 26.565 ഡിഗ്രി കോണളവാണ് കിട്ടുന്നത്. അതിന് നമ്മൾ സ്ഥിരസംഖ്യ വരുന്നത് 1.118034 എന്നുള്ളതാണ്. അടുത്തത് 10 സെൻറ്റിമീറ്ററിന് 6 സെൻറ്റിമീറ്റർ ചെരിവ് വരുമ്പോൾ
30.9637 ഡിഗ്രിയാണ് കോണളവ് കിട്ടുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട സ്ഥിരസംഖ്യ വേണ്ടത് 1.1661 ആണ്. ഇനി അടുത്തത് 3 സെൻറ്റർ ഹൈറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ 6.666 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ട ഡിഗ്രി കോണളവ് വരുന്നത് 33.69 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് കഴുക്കോലിന് വെക്കേണ്ട ചായ്വ് 1.201. അടുത്തത് 10 സെൻറ്റിമീറ്ററിന് 7 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചാൽ കിട്ടുന്ന കോണളവ് 34.992 ഡിഗ്രിയാണ്. അതിന് വേണ്ട കഴുക്കോലിൻ്റെ ചരിവ് 1.2065 ആണ്. അടുത്തത് 10 സെൻറ്റിമീറ്ററിന് 8 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചാൽ കിട്ടുന്ന കോണളവ് 38.6598 ഡിഗ്രി ആയിരിക്കും. കഴുക്കോലിന് വേണ്ട ചെരിവളവ് നമുക്ക് കിട്ടുന്നത് 1.28 ആണ്. അടുത്തത് 10 സെൻറ്റിമീറ്ററിന് 9 സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വയ്ക്കുകയാണെങ്കിൽ കിട്ടുന്ന ഡിഗ്രി അളവ് 41.9872 ആണ്. അതിന് നമുക്ക് കിട്ടുന്നത് 1.34536 ആണ്. കൂടാതെ 10 സെൻറ്റിമീറ്ററിന് 10 സെൻറ്റിമീറ്റർ, അതായത് 45 ഡിഗ്രി കോണളവ് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കഴുക്കോലിൻ്റെ ചെരിവായിട്ട് കിട്ടേണ്ടത് 1.4142 ആണ്. ഈ സ്ലോപ്പ് ചാർട്ടിൽ നിന്ന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലേത് സെൻറ്റർ ഹൈറ്റ് ആണെങ്കിലും എടുക്കാം. അതനുസരിച്ച് ചരിവ് വ്യത്യാസപ്പെടുകയും ചെയ്യും. ഓരോ സെൻറ്റിമീറ്റർ ഹൈറ്റ് കൂടുന്തോറും കഴുക്കോലിൻ്റെ നീളത്തിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അനുയോജ്യമായത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഏതളവെടുത്താലും അതിന് വരുന്ന സ്ഥിരസംഖ്യയെ വീതിയുടെ പകുതി കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതിയായിരിക്കും. ഈ അളവുകളും കണക്കുകളും എല്ലാം ഒരുപാട് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇത് ചെയ്തു വരുന്നതാണ്. നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് തീർച്ച. ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.